ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. എല്ലാവർക്കും 𝙑𝙞𝙙𝙚 എന്ന ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. ഇപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു മാസ്ക് തന്നെയാണ്. ആക്ച്വലി ഇപ്പോൾ നമ്മളൊരു കോവിഡ് ടൈം ആയതുകൊണ്ടും ഇപ്പോൾ ഒരു നല്ലൊരു മാസ്ക് നല്ല അത്യാവശ്യം ആയതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ കുറേ ടൈപ്പ് മാസ്കുകൾ നമ്മളിപ്പോൾ ചാനലിൽ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഡിഫറെൻറ്റ് ടൈപ്സ് മാസ്ക് നല്ല ക്വാളിറ്റി നോക്കി വാങ്ങിക്കുന്നതും നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനൊക്കെ വേണ്ടിയിട്ട് നമുക്കിത് ചാനലിൽ കൂടെ അത് അൺബോക്സ് ചെയ്യുന്നത്, അതുപോലെ നമുക്കിന്ന് ഫിറ്റ് ഇതൊക്കെ നോക്കുന്നതൊക്കെ നമുക്കൊരു ഇപ്പോൾ ആൾക്കാർക്ക് അതൊരു നല്ലൊരു ക്വാളിറ്റി മാസ്ക് സെലക്ട് ചെയ്യാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ക്വാളിറ്റി മാസ്ക് ആയിട്ടുള്ള ഡെറ്റോളിൻ്റെ മാസ്കാണ് നമ്മൾ അൺബോക്സ് ചെയ്യാനും അതുപോലെ ഫിറ്റ് ആൻഡ് ഫിനിഷൊക്കെ വെച്ച് നോക്കാനൊക്കെ പോകുന്നത് ആക്ച്വലി. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 299 ആണ്. ഡെറ്റോൾ ബ്രാൻഡ് നിങ്ങൾക്കറിയാം. പക്ഷേ ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് നമുക്ക് വൈൽഡ് ക്രാഫ്റ്റാണ് നമുക്ക് മാനുഫാക്ചർ ചെയ്ത് തരുന്നത്. പിന്നെ അവർ വേറെന്തോ ഒരു സ്പെഷ്യൽ അവരെ ഡെറ്റോളിനെ തന്നെ വേറെ എക്സ്ട്രാ നമ്മുടെ ഒരു ലെയേഴ്സ് എക്സ്ട്രാ വേറെ ചേർക്കുന്നുണ്ട്. വൈൽഡ് ക്രാഫ്റ്റിന് നോർമൽ അല്ലാത്ത പോലെ. പക്ഷേ ബ്രാൻഡ് നമ്മുടെ വൈൽഡ് ക്രാഫ്റ്റ് എന്ന് വെച്ചാൽ വൈൽഡ് ക്രാഫ്റ്റിൻ്റെ ലോഗോ ഉണ്ടാവും, ഡെറ്റോളിൻ്റെ ലോഗോ ഉണ്ടാവും. അപ്പോൾ മാനുഫാക്ചർ ചെയ്യുന്നത് മെയിനായിട്ട് നമ്മുടെ വൈൽഡ് ക്രാഫ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ വൈൽഡ് ക്രാഫ്റ്റിൻ്റെ മാസ്കായിട്ട് സാമ്യം ഉണ്ടായിരിക്കും, അത് നമ്മൾ ആദ്യം തന്നെ പറയാം. അപ്പോൾ നമ്മുടെ കവർ ഇതാണ് ആക്ച്വലി വരുന്നത്. ഒരു ബ്ലാക്കും അതുപോലെ ഡെറ്റോളിൻ്റെ ലോഗോ ഒക്കെ ആയിട്ട് D95 എന്ന് പറഞ്ഞൊരു മാസ്കാണ് വരുന്നത്. പിന്നെ ഫിൽറ്റേഴ്സ് പൊല്യൂഷൻ ആൻഡ് ജേംസ് എന്നൊക്കെ ഇതിട്ടുണ്ട്. പിന്നെ സിറ്റി ഷീൽഡ് എന്നൊക്കെ അതിൻ്റെ പേരൊക്കെ ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ 6 ലെയർ മാസ്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ അതിൻ്റെ വൈൽഡ് ക്രാഫ്റ്റിൻ്റെ അതേ സ്പെക്സ് തന്നെയാണ് വരുന്നത്. പിന്നെ കുറച്ചും കൂടി ഒരു ഫിൽട്രേഷൻ കൊടുത്തിട്ടുള്ളതാണെന്ന് വെച്ചാൽ കാര്യമായിട്ട് ഡെറ്റോളിൻ്റെ വക ഒരു എക്സ്ട്രാ ലെയേഴ്സ് ഉണ്ട്, അങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ കവറ് അതുപോലെ പാക്കേജൊക്കെ ഒന്ന് പരിചയപ്പെടാം അടുത്തായിട്ട് നമ്മൾ അടുത്തായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പാക്കേജ് ഒന്ന് കാണാമല്ലോ. പിന്നെ ഇത് സൈസ് വരുന്നത് SML 3 സൈസ് വരുന്നുണ്ട്. ഇത് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് L സൈസ് തന്നെയാണ് തോന്നുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ സൈസൊന്നും L സൈസ് തന്നെയാണ് കേട്ടോ. ആക്ച്വലി ക്വാണ്ടിറ്റി ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട് ഇതിൽ വേറെ എക്സ്ട്രാ. അപ്പോൾ നമുക്കിത് നോക്കാം. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കി വയ്ക്കുക. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ ഓണാക്കുക എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളത് ഓണാക്കിയില്ലെങ്കിൽ നമ്മുടെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടില്ല. അപ്പോൾ ഇത് ഓണാക്കി വയ്ക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോക്ക് പോകാം. അപ്പോൾ നമ്മുടെ പാക്കേജ് ഡെറ്റോളിൻ്റെ പാക്കേജ് ഇതാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇതിൻ്റെ സീലൊന്ന് പൊട്ടിച്ച് ഒന്ന് ട്രൈ ആക്കി ഇതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ പാക്കേജ് ഒന്ന് പരിചയപ്പെടാം. ഫുൾ ബ്ലാക്കാണ് ആക്ച്വലി വരുന്നത്. പിന്നെ ഡെറ്റോളിൻ്റെ ലോഗോ ഉണ്ട്. D95 എന്നാണ് പേര്. പിന്നെ റിയൂസബിൾ അപ് ടു 30 വേഴ്സിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫിൽറ്റർ പൊല്യൂഷൻ ആൻഡ് ജേംസ് സിറ്റി ഷീൽഡ് അങ്ങനെ എന്തൊരു പേരാണ് കൊടുത്തിരുന്നവർ. പിന്നെ 6 ലെയർ ട്രിപ്പിൾ പാർട്ടിക്കിൾ ഫിൽട്രേഷൻ സിസ്റ്റമാണ്. പിന്നെ >95% ഫിൽട്രേഷൻ ഉണ്ട്. സ്പ്ലാഷ് റെസിസ്റ്റൻസ് ആണ്. ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ D95 മാസ്ക് വിത്ത് ഇറ്റ്സ് 6 ലെയർ ട്രിപ്പിൾ പാർട്ടിക്കിൾ ഫിൽട്രേഷൻ സിസ്റ്റം. ഫിൽറ്റേഴ്സ് പൊല്യൂഷൻ ആൻഡ് ജേംസിൻ്റെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സിലെ കംഫർട്ടബിൾ ബ്രീത്തിങ്, വൈഡർ ഫേസ് കവറേജ് ഫോർ മാക്സിമം പ്രൊട്ടക്ഷൻ, ഇന്നോവേറ്റീവ് 2 പാനൽ ഡിസൈൻ ഫോർ യൂണിവേഴ്സൽ ഫിറ്റ്, അതുപോലെ അഡ്ജസ്റ്റബിൾ നോസ് ക്ലിപ്പ് ഫോർ എൻഹാൻസ് പ്രൊട്ടക്ഷൻ, സോഫ്റ്റ് ഇലാസ്റ്റിക് ലൂപ്പ് ഫോർ എക്സ്ട്രാ കംഫർട്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ മിനിമൽ IVR ഫോഗിങ്, കൺവീനിയൻറ്റ് ഫ്ലാറ്റ് ഫോൾഡ് ഡിസൈൻ ഫോർ ഈസി സ്റ്റോറേജ് ഒക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ സൈസുകൾ SML ഇതെല്ലാം കേട്ടോ. പിന്നെ മാനുഫാക്ചർ ഞാൻ പറഞ്ഞില്ലേ, വൈൽഡ് ക്രാഫ്റ്റ് ഇന്ത്യയാണ് മാനുഫാക്ചർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. മാർക്കറ്റഡ് ബൈ റെഡ്കിൻ, അതായത് നമ്മുടെ ഡെറ്റോളിൻ്റെ കമ്പനി. പിന്നെ സൈസ് ഇവിടെ എല്ലാമാണ്. കളർ ആകെ ഒരു കളർ അവൈലബിൾ ഉണ്ട്, വേറെ ഡിഫറെൻറ്റ് കളേഴ്സുകളൊന്നും ഇല്ല. പിന്നെ വാർണിംഗ് കോഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ MRP ഞാൻ പറഞ്ഞ പോലെ തന്നെ 299 ആണ് പ്രൈസ് വരുന്നത്. മാസ്ക് നേരത്തെ നമുക്കൊന്നും എടുത്ത് കാണിക്കാം എന്തായാലും. അപ്പോൾ ഇതാണ് മാസ്ക് വരുന്നത്, ബ്ലാക്കാണ്. നിങ്ങൾക്ക് വൈൽഡ് ക്രാഫ്റ്റിൻ്റെ ലോഗോ ഇവിടെ കാണാം കേട്ടോ. സൈഡിൽ വൈൽഡ് ക്രാഫ്റ്റിൻ്റെ ലോഗോ ഇവിടെ കാണുന്നുണ്ടോ. പിന്നെ ഈ സൈഡിലായിട്ട് ഡെറ്റോളിൻ്റെ ലോഗോ ഇവിടെ കാണാം നിങ്ങൾക്ക്. ക്ലോത്ത് എന്തോ വ്യത്യാസമുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. വൈൽഡ് ക്രാഫ്റ്റിൻ്റെ ഞാൻ ആദ്യം വാങ്ങിച്ചതിൻ്റെ ക്ലോത്ത് ഇതേപോലത്തെ ക്ലോത്ത് അല്ല, കുറച്ചും കൂടി ബ്രീത്തബിൾ ആയിട്ടുള്ള ക്ലോത്ത് ആണെന്നുണ്ട് ഇത്. അതിനൊരു ഡിഫറൻസ് എനിക്ക് കാണുന്നുണ്ട്. പിന്നെ ഈ ഔട്ട്ലൈനൊക്കെ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഡിഫറൻസ് കാണുന്നുണ്ട് വൈൽഡ് ക്രാഫ്റ്റിൻ്റെ മാസ്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ഉൾ സൈഡിൽ വൈറ്റ് തന്നെയാണ്. പിന്നെ ഇവിടെയും വൈൽഡ് ക്രാഫ്റ്റിൻ്റെ ലോഗോ കാണുന്നുണ്ട്. പിന്നെ ഇത് നല്ലൊരു മച്ചനായിട്ടൊരു ബിൽഡ് ക്വാളിറ്റി എനിക്ക് എന്തായാലും തൊടുമ്പോഴും നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ലൈറ്റ് വെയിറ്റ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് മറ്റേ വൈൽഡ് ക്രാഫ്റ്റിനായിട്ടും. അപ്പോൾ എന്തായാലും വൈൽഡ് ക്രാഫ്റ്റിനോട്ടും കുറച്ചുകൂടി നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് വെച്ച് നോക്കിയാൽ ഒന്ന് അതിൻ്റെ ബ്രീത്തബിളും കംഫർട്ടബിളൊക്കെ ഇങ്ങനെ നോക്കാൻ പറ്റുള്ളൂ. കാണുമ്പോൾ എന്തായാലും ഒരു പെർഫെക്റ്റ് സാധനം തന്നെയാണ്. അപ്പോൾ നമുക്കിനി അടുത്തായിട്ടൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കവറൊക്കെ കണ്ടല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ സംഭവം ഞാൻ എന്തായാലും പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വെച്ച് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വൈൽഡ് ക്രാഫ്റ്റിൻ്റെ ലോഗോ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഡെറ്റോളിൻ്റെ ബ്രാൻഡിങ് ഇവിടെ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് കേട്ടോ നമ്മുടെ വൈൽഡ് ക്രാഫ്റ്റിൻ്റെ. പക്ഷേ ഈ ക്ലോത്ത് എന്തൊക്കെയോ വ്യത്യാസം തോന്നുന്നുണ്ട് എനിക്ക് മച്ചായിട്ട്. എന്ന് വെച്ചാൽ ഞാൻ ആദ്യം വാങ്ങിച്ചത് വൈൽഡ് ക്രാഫ്റ്റിന് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല റീച്ചൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ
അതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസമൊക്കെ ഇവിടെ കാണുന്നുണ്ട്. നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചിരുന്ന പോലെ തന്നെ ഇവിടെ ബാക്കിൽ വൈൽഡ് ക്രാഫ്റ്റിൻ്റെ ലോഗോ ഒക്കെ ഉണ്ട്. അത് നമുക്ക് എന്തായാലും ഇത് വെച്ച് നോക്കാം. ഇവിടെ നല്ല ടൈറ്റ് ആയിട്ടുള്ള മെറ്റൽ തന്നെയാണ് ഉണ്ടാകും. മെറ്റൽ തന്നെ സംഭവത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഫുള്ളി കവേർഡ് വരുന്നുണ്ട്. നല്ല ഒരു ബിൽഡ് ക്വാളിറ്റി ഒക്കെ വരുന്നുണ്ട്. വൈൽഡ് ക്രാഫ്റ്റിൻ്റെ മാസ്കിൻ്റെ ഒരു ടെക്സ്ചർ അല്ല, പക്ഷേ ഇവിടെ അതൊരു ഡിഫറൻസ് മാത്രം എനിക്ക് നോക്കിയിട്ട് കാണാനുള്ളൂ, വേറെ ഒന്നും കാണാനില്ല. നല്ല ബ്രീത്തബിൾ തന്നെയാണ്, അത്യാവശ്യം നല്ല ബ്രീത്തബിൾ തന്നെയാണ്. ഒരു കംഫർട്ടബിൾ ആയിട്ട് തന്നെ തോന്നുന്നത്. അപ്പോൾ എനിക്ക് ലൈറ്റ് കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട് തോന്നുന്നു. മാസ്ക് വയ്ക്കുമ്പോൾ കുറച്ച് നമ്മുടെ എക്സ്പോഷർ കുറച്ച് കൂടുന്നുണ്ട്. നല്ല ക്വാളിറ്റി മാസ്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഡെറ്റോളിൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു ലോക്കൽ സാധനം ഒന്നും എടുത്ത് നമുക്ക് അവർ വാങ്ങിച്ചിട്ട് അവർ ബ്രാൻഡ് ചെയ്യില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഡെറ്റോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ബ്രാൻഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയും ഉണ്ട്. എനിക്ക് കുറച്ചും കൂടിയും വൈൽഡ് ക്രാഫ്റ്റിനായിട്ടും കുറച്ചുകൂടി ഒരു ബിൽഡ് ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു വെച്ച് നോക്കുമ്പോൾ തന്നെ. പിന്നെ അതിനായിട്ട് പക്ഷേ ഒരു 299 എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു പ്രീമിയം അല്ല, അതിൻ്റെ നടുവിലായിട്ട് വരുന്ന ഒരു റേറ്റാണ് വരുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റി മാസ്ക് തന്നെയാണ്. പിന്നെ ഈ മെറ്റലിൻ്റെ ഒരു മാത്രം എനിക്ക് ഇഷ്ടമാകുന്നേ ഉള്ളൂ. അതെന്ന് വെച്ചാൽ കുറേ യൂസ് ആകുമ്പോൾ അത് കംപ്ലയിൻറ്റ് വരും. പിന്നെ 30 വാഷ് അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. നല്ല ക്വാളിറ്റി മാസ്ക് തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ മാസ്ക് നോക്കുന്നുണ്ടെങ്കിൽ വൈൽഡ് ക്രാഫ്റ്റ് മാസ്ക് നോക്കുക. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ലിങ്ക് ഉണ്ടായിരിക്കും. ആമസോണിൻ്റെ ലിങ്കാണ് വരുന്നത്. അതുപോലെ ഫ്ലിപ്കാർട്ടിൻ്റെ ലിങ്ക് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് നോക്കാട്ടെ. നമുക്ക് രണ്ടിനെണ്ണത്തിന് നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ലിങ്കുകൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും. അപ്പോൾ നമുക്ക് ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് മാസ്കൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എസെൻഷ്യലൊക്കെ നമുക്ക് ആമസോണിലൊക്കെ നമുക്ക് എന്താ പറയുക ഡെലിവറി ഉള്ളതാണ്. അപ്പോൾ മാസ്കൊക്കെ അത്യാവശ്യമായിട്ടുള്ളൂ. അപ്പോൾ നല്ല മെയിനായിട്ട് അത്യാവശ്യമുള്ള സാധനം. അപ്പോൾ നമുക്ക് ലോക്ക്ഡൗൺ കഴിഞ്ഞാൽ തന്നെ പിന്നെ ആവശ്യം വരും. അതുകൊണ്ട് ഒരു വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് നോക്കി വാങ്ങിച്ചോളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ മറ്റേത് എന്താ പറയുക ഓക്സിമീറ്ററൊക്കെ റേറ്റ് കൂടിയ പോലെ പറയാൻ പറ്റില്ല എന്താണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ അമ്മാതിരി ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാങ്ങുന്നുണ്ടെങ്കിൽ നല്ലൊരു ക്വാളിറ്റി മാസ്ക് തന്നെയാണ്. നിങ്ങൾക്ക് എന്തായാലും ഒരു ഗ്യാരണ്ടി ആയിട്ട് വാങ്ങാനുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മളിപ്പോൾ ചാനൽ ഇത്ര എത്തിയത്. അപ്പോൾ അതുകൊണ്ട് ഇനി സപ്പോർട്ട് നമ്മുടെ വേണം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.